KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS എറണാകുളം ജില്ലാ പ്രസിഡന്റ് TSK തങ്ങൾ ബുഹാരി നിര്യാതരായി. കബറടക്കം ഇന്ന് 3 മണിക്ക് കൂരിയാട് ജുമാ മസ്ജിദിൽ നടന്നു. ആസാമിലെ കലാപബാധിതർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ. TP ചന്ദ്രശേഖരൻ വധം പോളിറ്റ് ബ്യൂറോ തീരുമാനം VS-നും ബാധകമെന്ന് തോമസ് ഐസക്, നിലപാടുറച്ച VS അച്യുതാനന്ദൻ. CBI അന്വേഷണം സംബന്ധിച്ച് ആർക്കും വ്യത്യസ്ത നിലപാടില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചി മെട്രോ പദ്ധതിയിലേക്ക് കനേഡിയൻ വ്യവസായ ഗ്രൂപ്പ്. അമ്പലപ്പുഴയിൽ ബോട്ടിന് തീപിടിച്ച് 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം. ആണവ നിലയത്തിനെതിരെ കൂടംകുളം നിവാസികൾ നടത്തുന്ന ഉപരോധ സമര കേന്ദ്രത്തിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. SYS എറണാകുളം ജില്ലാ പ്രസിഡന്റ് TSK തങ്ങൾ ബുഹാരി നിര്യാതരായി. 77 വയസ്സായിരുന്നു. ചങ്കുവട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:20 അന്ത്യം. ഇന്നലെ കോട്ടക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന സുന്നി സമ്മേളനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനും ആത്മീയ ഗുരുവുമായിരുന്ന തങ്ങൾ 5 പതിറ്റാണ്ടായി കൊച്ചിയിലെ കലൂർ ജുമുഅത്ത് പള്ളിയിൽ ഖതീബായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഈസ്റ്റ് കോഡൂരിൽ മുഅല്ലിമായി സേവനമനുഷ്ഠിച്ചു വരവെ 50 വർഷം മുമ്പ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിശായാണ് എറണാകുളത്ത് എത്തുന്നത്. 2 വർഷത്തിനു ശേഷം കലൂർ ജുമുഅത്ത് പള്ളിയിൽ ഖതീബായി ചുമതലയേറ്റു. ദക്ഷിണ കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഗണ്യമായ പങ്കുവഹിച്ച തങ്ങൾ 1989 എറണാകുളത്ത് നടന്ന SYS ഐതിഹാസിക സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു. 2003 SYS ഹജ്ജ് സംഘത്തിന്റെ അമീറായി സേവനമനുഷ്ഠിച്ചു. കൂരിയാട് മഹല്ല് പ്രസിഡന്റും ഖാദിയുമായിരുന്നു. ഹിജ്റ, മൂസാ നബിയും ഫിറഔനും, കുടുംബ സന്ദേശം, കർമ്മം ചെറുത് ഫലം വലുത്, ആദർശധീരനായ ബാലൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1937 ഓഗസ്റ്റ് 5 ജനനം. പിതാവ് തറമ്മൽ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങളാണ്. നാട്ടിലെ പ്രാഥമിക പഠനത്തിനു ശേഷം ഊരകം, പെരുമണ്ണ, ചൂലൂർ, പൈലിപ്പുറം ദർസുകളിൽ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. ഇസ്മായിൽ മുസ്ലിയാർ വാണിയന്നൂർ, അഹമ്മദ് മുസ്ലിയാർ കൈപ്പറ്റ, മുഹമ്മദ് മുസ്ലിയാർ വേങ്ങര എന്നിവരാണ് പ്രധാന ഗുരുനാഥന്മാർ. ഇന്ന് വൈകിട്ട് കൂരിയാട് ജുമാ മസ്ജിദിൽ നടന്ന ജനാസ നിസ്കാരത്തിന് ശേഷം കൂരിയാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മയ്യിത്ത് ഖബറടക്കി. ഇന്നലെ മരണപ്പെട്ട SYS എറണാകുളം ജില്ലാ പ്രസിഡന്റ് TSK തങ്ങൾ ബുഹാരിക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനും മയ്യിത്ത് നിസ്കരിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാൻ സയ്യിദ് യൂസുഫുൽ ബുഹാരി വൈലത്തൂർ തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്നിരുന്ന TSK തങ്ങൾ ബുഹാരിയുടെ മരണവാർത്തയറിഞ്ഞ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ
ഓൺലൈൻ പ്രവർത്തകർ 21-ലധികം ഖുർആൻ ഖത്മുകൾ ഹദിയ ചെയ്തു. കൂടാതെ ഇനിയും ഖുർആനും തഹ്ലീലും ഹദിയ ചെയ്യുന്നവർ അഡ്മിൻ അബൂസിനു എന്ന ഐഡിയിൽ അറിയിക്കണമെന്ന് KMIC ഭാരവാഹികൾ അറിയിച്ചു. റേഡിയോ പ്രേക്ഷകർക്ക് KMIC 786 എന്ന ഐഡിയിലൂടെ ഖുർആനിന്റെയും തഹ്ലീലിന്റെയും എണ്ണം അറിയിക്കാമെന്ന് KMIC വൃത്തങ്ങൾ അറിയിച്ചു. ആസാമിലെ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾക്ക് പുനരധിവാസത്തിനും വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും യോജിച്ച നീക്കമുണ്ടാക്കാൻ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന് കീഴിലുള്ള കമ്മീഷൻ ആസാം തലസ്ഥാനമായ ഗുവാഹത്തിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിച്ചു. കലാപബാധിതർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുക, വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ഒരുക്കുക, വൈദ്യസഹായം എത്തിക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചുറ്റുപാടുകൾ ഇല്ലാതെയാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും ഏജൻസികളുടെയും സഹകരണം തേടും. പരിപാടിയിൽ സംബന്ധിച്ച മഅ്ദിൻ ചെയർമാനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ അധ്യക്ഷനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സമസ്തയുടെ നേതൃത്വത്തിൽ സുന്നി സംഘടനകൾ നടപ്പിലാക്കാനുദ്ദേശിക്കുന്ന പദ്ധതികൾ വിവരിച്ചു. റൂബി ജില്ലയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സുഹൈൽ സിദ്ദീഖി, ഗുവാഹത്തി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അബ്ദുൽ മന്നാൻ, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അഖ്തറുൽ വാസി, PA ഇനാംദാർ സാഹിബ് പുനെ, നൂറുൽ ഇസ്ലാം ലഷ്കർ ഗുവാഹത്തി, ഡോക്ടർ ഷബിസ്ഥാൻ ഗഹാർ ന്യൂഡൽഹി, ഡോക്ടർ ഫഖറുദ്ദീൻ മുഹമ്മദ് ഹൈദരാബാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പേർക്ക് നാടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് അവസരമുണ്ടാക്കണമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സുഹൈൽ സിദ്ദീഖിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയെ സന്ദർശിച്ച സംഘം ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനം എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ബാധകമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TM തോമസ് ഐസക് കോട്ടയത്ത് പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ VS-നും ഇത് ബാധകമാണ്. കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VS-ന്റെ നിലപാട് VS പറയും, എന്നാൽ പോളിറ്റ് ബ്യൂറോ തീരുമാനം അംഗീകരിക്കാൻ അദ്ദേഹവും ബാധ്യസ്ഥനാണ്. എമർജിംഗ് കേരളയിലെ വിവാദ പദ്ധതികൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രിമാരുടെ ഇംഗിതത്വത്തിനനുസരിച്ചുള്ള പദ്ധതികളാണ് എമർജിംഗ് കേരളയിൽ അവതരിപ്പിച്ചത്. ഇത് വിവാദമായപ്പോഴാണ് തടി രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ പടിചാരുന്നത്. ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ മന്ത്രിമാർ ഇവിടെ എന്തെടുക്കുകയായിരുന്നെന്ന് അദ്ദേഹം ചോദിച്ചു. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണമെന്നും എന്നാൽ ഇത് സംസ്ഥാന താൽപര്യങ്ങളെ ഹനിച്ചുകൊണ്ടാവരുതെന്നുമാണ് CPM നിലപാട്. എമർജിംഗ് കേരളയുടെ മറവിൽ ഭൂമി കച്ചവടത്തിന് അനുവദിക്കില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ വർഗീയ പ്രീണന നയങ്ങൾ കേരളത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയതയെ ചെറുക്കുന്നത് വർഗീയത കൊണ്ടാവരുതെന്നും മതനിരപേക്ഷ നിലപാടിൽ നിന്നു വേണം ഇതിനെ നേരിടാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ആർക്കും വ്യത്യസ്ത നിലപാടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. CBI അന്വേഷണം വേണമെന്ന VS-ന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ന്റെ സംസ്ഥാന നേതാക്കളെ കുടുക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് TP-യുടെ ഭാര്യയും RMP-യും CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ TP വധക്കേസിൽ CBI അന്വേഷണം വേണമെന്ന അഭിപ്രായം പാർട്ടി സ്വീകരിച്ചില്ലെങ്കിലും തന്റെ നിലപാട് പാർട്ടിക്ക് മനസ്സിലായല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുൻ MLA R പ്രകാശിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം കൊല്ലം പാരിപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു VS. കോവളം കൊട്ടാരത്തിന്റെ പൂർണ്ണാധികാരം സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മറിച്ചുള്ള വിവാദങ്ങളിൽ കഴമ്പില്ലെന്നും സർക്കാരിന് പൂർണ്ണമായ അധികാരമുണ്ടായിരിക്കുമെന്ന നയം നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ നിലപാടുകൾ മുഴുവൻ അംഗീകരിക്കുന്ന പക്ഷം സർവകക്ഷി യോഗത്തിന് ശേഷം മാത്രമേ കോവളം ഹാൻസിയൽ കൊട്ടാരവും ഭൂമിയും രവിപിള്ള ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. നിയമപരമായ പോരാട്ടം തുടരും. കോടതിയിൽ സർക്കാർ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.
ആണവ നിലയത്തിനെതിരെ കൂടംകുളം നിവാസികൾ നടത്തുന്ന ഉപരോധ സമര കേന്ദ്രത്തിൽ സംഘർഷം. സമരക്കാർക്കെതിരെ പോലീസ് കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. സമരക്കാർ സ്ഥലത്തു നിന്നും പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. 8,000-ഓളം ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ആണവ നിലയത്തിന് സമീപം പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. കണ്ണീർവാതക പ്രയോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ സമരക്കാർ കടലിലേക്ക് ചാടിയതായി റിപ്പോർട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ ആണവ നിലയത്തിലെ റിയാക്ടറുകൾ ഇന്ധനം നിറയ്ക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഉപരോധം ആരംഭിച്ചത്. ആണവ നിലയത്തിലേക്കുള്ള വഴികൾ പോലീസ് അടച്ചതിനാൽ കടൽ തീരത്തുകൂടിയാണ് ജനങ്ങളെത്തിയത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് വീട് വിട്ടിറങ്ങി സമരത്തിനെത്തിയത്. ആണവ നിലയത്തിനെതിരായ അന്തിമ സമരമാണിതെന്നും മുഖ്യമന്ത്രി ജയലളിത ഇടപെടണമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. 2000-ഓളം വരുന്ന ദ്രുതകർമ്മസേന അടക്കം വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നത്. സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നതുവരെ ഉപരോധം തുടരുമെന്ന് സമരസമിതി പറഞ്ഞു. ജനങ്ങൾക്കെതിരെ ബലപ്രയോഗം നടത്തരുതെന്ന് മുഖ്യമന്ത്രി ജയലളിത പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കൊച്ചി മെട്രോ പദ്ധതിയിൽ താൽപര്യവുമായി കനേഡിയൻ വ്യവസായ ഗ്രൂപ്പ് എമർജിംഗ് കേരളയിലെത്തുന്നു. 51 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകർ കൊച്ചിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികളെത്തുന്നുവെന്ന പ്രത്യേകതയും ഈ നിക്ഷേപ സംഗമത്തിനുണ്ട്. കാനഡയിൽ നിന്നുള്ള ബൊബാഡിയർ ട്രാൻസ്പോർട്ട് കമ്പനിയെയാണ് കൊച്ചി മെട്രോയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോക്കായി ആഗോള ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രവർത്തന പരിചയമുള്ള വിദേശ കമ്പനി പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചതോടെ സംസ്ഥാന സർക്കാരിനും DMRCക്കും ഏറെ ആത്മവിശ്വാസമുണ്ടായിട്ടുണ്ട്. മെട്രോ ട്രെയിനുകളിലെ കോച്ചുകൾ നിർമ്മിക്കുന്ന ബൊബാഡിയർ DMRCയുമായി നേരത്തെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുടെ ഇന്ത്യയിലെ അനുബന്ധ കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ചൈനീസ് നിക്ഷേപകർ ഊർജം, ഷിപ്പിംഗ്, തുറമുഖ നിർമ്മാണം എന്നിവയിലാണ് താൽപര്യം അറിയിച്ചിട്ടുള്ളത്. ചൈനീസ് നിക്ഷേപങ്ങൾക്ക് പ്രത്യേക സുരക്ഷാ ക്ലിയറൻസ് ആവശ്യമായി വരും. ആധുനിക കൃഷിരീതികൾ, ഫുഡ് പ്രോസസിംഗ്, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലും വിദേശ പ്രതിനിധികൾ താൽപര്യം കാണിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചു. ഓസ്ട്രേലിയൻ അംബാസിഡറുമായി നേരത്തെ സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. മത്സ്യബന്ധനം, സ്പോർട്സ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ഓസ്ട്രേലിയക്ക് താൽപര്യം. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ, ജർമ്മനി, വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ പ്രതിനിധികളും എമർജിംഗ് കേരളയ്ക്ക് എത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും കേന്ദ്ര മന്ത്രിമാരും പങ്കെടുക്കുന്നതിനാൽ വിദേശ നിക്ഷേപം സംബന്ധിച്ച് പെട്ടെന്നു തന്നെ വ്യക്തമായി തീരുമാനം എടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. അമ്പലപ്പുഴ തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖത്ത് ബോട്ടിന് തീപിടിച്ച് 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം. സംഭവത്തിൽ ആളപായമില്ല. മത്സ്യത്തൊഴിലാളികളുടെയും പോലീസിന്റെയും സമയോചിത ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. രാവിലെ 7:15 സംഭവം. അമ്പലപ്പുഴ സ്വദേശി ജോമോന്റെ ഉടമസ്ഥതയിലുള്ള അറക്കൽ എന്ന ബോട്ടാണ് തീപിടിച്ചത്. മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്ന ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ തീ ബോട്ടിന്റെ അടുക്കളയിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഈ സമയം ബോട്ടിലുണ്ടായിരുന്ന 7 ജീവനക്കാർ ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്യാസ് സിലിണ്ടർ കത്തി തീ ആളിയതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ച് ഇവർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. ബാറ്ററി ലെവൽ ഷോർട്ടായിട്ട് തീപിടുത്തം ഉണ്ടായതാണ്. അതിന്റെ മുകളിൽ തന്നെയാണ് നേരെ എഞ്ചിന്റെ കിച്ചണൊക്കെ ഇരിക്കുന്നത്. അവിടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടറിലും തീ പിടിച്ച് ബ്ലാസ്റ്റായി. അവർ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അവർ ഇതിൽ 2 വാട്ടർ പമ്പുണ്ട്. ആ പമ്പിനെ അവർ വെള്ളമടിച്ച് നോക്കി. ഈ സമയം ഒട്ടേറെ ബോട്ടുകൾ തീപിടിച്ച ബോട്ടിന് സമീപം ഉണ്ടായിരുന്നെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെയും പോലീസും ചേർന്ന് ഇവ നീക്കം ചെയ്തതിനെ തുടർന്ന് വൻ ദുരന്തം തലനാരിഴക്ക് ഒഴിവായി. തീപിടുത്തത്തിൽ ബോട്ടിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. തോട്ടപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലരമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ
എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരത്തുമ്പിൽ. എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദം ശ്രവണപുടങ്ങളിൽ ആവേശം. അറിവിൻ നിലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിനാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരിനാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ, ഈ ജാലകമിൽ ചേരൂ. നേരിനാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ. നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ. നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. സംഘടനാ വാർത്തകൾ. കൊണ്ടോട്ടി പുത്തൂപ്പാടം താലീമുൽ ഇസ്ലാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന EK ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഇന്ന് ആരംഭിക്കും. രാത്രി 7 മണിക്ക് ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര മുഖ്യ പ്രഭാഷണം നടത്തും. നാളെ അബ്ദുറഷീദ് സഖാഫി ഏലംകുളം, 12-ന് അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർശല പ്രസംഗിക്കും. 13-ന് നടക്കുന്ന ദുആ സമ്മേളനത്തിന് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ നേതൃത്വം നൽകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മിൻഹാജ് പണ്ഡിത ദർസ് 2ാം വർഷത്തിലേക്ക്. മഅ്ദിൻ അക്കാദമിയുടെ കീഴിൽ നടന്നുവരുന്ന പണ്ഡിത ദർസ് എല്ലാ മാസവും ആദ്യത്തെയും 3ാമത്തെയും തിങ്കളാഴ്ചകളിലാണ് സംഘടിപ്പിക്കുന്നത്. മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വൈകുന്നേരം 5 മണിയോടെ ആരംഭിക്കുന്ന സബക്ക് കർമ്മശാസ്ത്ര വിധികളും ആശയങ്ങളും യഥാവിധി ചർച്ച ചെയ്യുന്നതിലൂടെ രാത്രി 9:30 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ദർസ് പണ്ഡിതന്മാർക്ക് കർമ്മശാസ്ത്ര രംഗങ്ങളിൽ പുത്തൻ അറിവുകൾ സമ്മാനിക്കുന്നു. ഇതിനോടകം പണ്ഡിതന്മാരുടെ ബാഹുല്യം സബക്കിനെ സമ്പന്നമാക്കിയിട്ടുണ്ട്. സബക്ക് കഴിഞ്ഞ് വേങ്ങര, ചങ്കുവെട്ടി ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരുവമ്പുയിൽ അൽമുനവ്വറ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1ാം വാർഷികവും CM വലുല്ലാഹി ആണ്ട് നേർച്ചയും ഇന്ന് KV അബ്ദുറഹ്മാൻ ഹാജി നഗരിയിൽ അൽമുനവ്വറ ക്യാമ്പസിൽ നടക്കും. സമാപന സമ്മേളനം സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കൊയിലാട്ട് കുഞ്ഞിസീതിക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കും. മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തും. ഹാഫിള് അബ്ദുല്ലാഹിൽ ഹക്കീം ഉസ്താദ് UK അബ്ദുൽ മജീദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സ്ഥലമുദരിസ് ജാഫർ അമീൻ സഖാഫി, CM യൂസുഫ് സഖാഫി, മഹല്ല് പ്രസിഡന്റ് KV മുഹമ്മദ് അഷറഫ്, ചെയർമാൻ E മുഹിയുദ്ദീൻ കോയ തുടങ്ങിയവർ പങ്കെടുക്കും. CM ഇസ്ലാമിക് ദഅവാസലിന്റെ ആഭിമുഖ്യത്തിൽ CM അലിയുല്ലാഹി ആണ്ട് നേർച്ചയും മതപ്രഭാഷണവും ഈ മാസം 14, 15 തീയതികളിൽ വയനാട് താഴെവയലിൽ നടക്കും. അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർശ്വല, ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് പ്രഭാഷണം നടത്തും. 15-ന് നടക്കുന്ന ദിക്ർ ദുആ സമ്മേളനത്തിന് സയ്യിദ് സ്വാലിഹ് തുറാബ് അസ്സഖാഫി നേതൃത്വം നൽകും. കുറ്റിക്കാട്ടൂർ ടൗൺ മസ്ജിദുൽ ഇഹ്സാനിൽ ഇന്ന് CM വലുല്ലാഹി ആണ്ട് നേർച്ച നടക്കും. രാത്രി 7-ന് മൗലിദ് പാരായണത്തിന് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ നേതൃത്വം നൽകും. പെരുവയിൽ KP ബീരാൻ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുന്നമംഗലം മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും SYS യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ചയും മതപ്രഭാഷണവും സംഘടിപ്പിച്ചു. 2 ദിവസമായി നടന്ന പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം, മൗലിദ്, CM മക്കാം സിയാറത്ത്, അന്നദാനം നടന്നു. കടലാക്രമണം രൂക്ഷമായ പുതുപൊന്നാനിയിൽ ആശ്വാസവചനങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി സുന്നി നേതാക്കളുടെ സന്ദർശനം.
SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PKM സഖാഫി ഇരിങ്ങല്ലൂർ, ജില്ലാ സ്വാതന്ത്ര്യ സമിതി ചെയർമാൻ അലവി സഖാഫി കൊളത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളും തകർന്ന വീടുകളും സന്ദർശിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പും സംഘം സന്ദർശിച്ചു. സംസ്ഥാന SYS കമ്മിറ്റിയുടെ സ്വാന്തന കിറ്റ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. 17ഓളം കുടുംബങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. അബ്ദുറസാഖ് ഫൈസി, മാണിയൂർ ഹൈദ്രോസ് മുസ്ലിയാർ തുടങ്ങിയവർ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. അഗത്തി ലക്ഷദ്വീപിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി നടത്തിയ ഹജ്ജ് പഠന ക്ലാസിന്റെ ഉദ്ഘാടനം അഗത്തി കാസി പി ചെറിയക്കോയ മാസ്റ്ററുടെ പ്രാർത്ഥനയോടെ തുടക്കമായി. അഗത്തി മർകസ് താലീം സുനിയിൽ നടന്ന പരിപാടിയിൽ ലക്ഷദ്വീപ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ആമസോൺ നദിക്ക് കീഴെ ഭൂഗർഭ നദി കണ്ടെത്തിയ ഡോക്ടർ ഹംസക്ക് കാരന്തൂർ മർകസ് സഖാഫത്തി സുന്നിയയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഡോക്ടർ ഹംസ, പ്രൊഫസർ K അബ്ദുൽ ഹമീദ് സാഹിബ്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ മുക്കം മേഖല മുഅല്ലിം ശാക്തീകരണ കൺവെൻഷൻ നാളെ രാവിലെ 10 മണി മുതൽ മാവൂർ പാറമ്മൽ മഹ്ലറയിൽ നടക്കും. ACA ഖാദർ മുസ്ലിയാർ ക്ലാസ് എടുക്കും. ചെറുവാടി, മുക്കം, മാവൂർ, കുറ്റിക്കാട്ടൂർ റേഞ്ചുകളിലെ മദ്രസകളിലെ പ്രധാന അധ്യാപകരും 1ാം ക്ലാസ് അധ്യാപകരും പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് കൺവീനർ അറിയിച്ചു. ഒളവണ്ണ മദീനത്തു CM വലുല്ലാഹി ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടത്തുന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ സൂറത്ത് കൗസർ ഖുർആൻ പ്രഭാഷണം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഒളവണ്ണ മദീനത്തു CM ക്യാമ്പസിൽ നടക്കും. KT ഇസ്മായിൽ സഖാഫി ഉദ്ഘാടനം നിർവഹിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ഷാദുലി മജ്ലിസിന് സയ്യിദ് മുഹ്സിൻ തങ്ങൾ, CP ഷാഫി സഖാഫി ഖാദർ കിണാശ്ശേരി നേതൃത്വം നൽകും. ശനിയാഴ്ച നടക്കുന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് യൂസുഫുൽ ജീലാനി വയലത്തൂർ, സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ അൽ ബുഖാരി, അടിഞ്ഞിലം ശുക്കൂർ സഖാഫി വെണ്ണക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകും. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നാളെ രാവിലെ 11 മണിക്കും മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് PK ബാബ മുസ്ലിയാർ ക്ലാരി അറിയിച്ചു. SSF സാഹിത്യോത്സവ് വിശേഷങ്ങൾ. 2 ദിവസങ്ങളിലായി പെരുമ്പടപ്പ് പുത്തൻപള്ളി കേന്ദ്ര മദ്രസയിൽ നടന്ന SSF പൊന്നാനി ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു. 116 പോയിന്റ് നേടി പെരുമ്പടപ്പ് സെക്ടർ 1ാം സ്ഥാനം നേടി. 81 പോയിന്റോടെ മാണൂർ സെക്ടറും 76 പോയിന്റോടെ പൊന്നാനിയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. 2 ദിവസമായി ചേറൂർ VK മാഡിൽ നടന്ന തിരൂരങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു. കൊളപ്പുറം സെക്ടർ 1ാം സ്ഥാനം നേടി. ക്യാമ്പസ് വിഭാഗത്തിൽ കോഓപ്പറേറ്റീവ് കോളേജ് പരപ്പനങ്ങാടി 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം NM റാഫി സൈദിയുടെ അധ്യക്ഷതയിൽ NV അബ്ദുറസാഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. SSF മലപ്പുറം ഡിവിഷൻ സാഹിത്യോത്സവ് മക്കരപ്പറമ്പ് തടഞ്ഞിൽക്കുണ്ടിൽ പ്രമുഖ എഴുത്തുകാരൻ C ഹംസ ഉദ്ഘാടനം ചെയ്തു. ഷറഫുദ്ദീൻ സാദി പാങ് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഉമർ അലി തങ്ങൾ, അബ്ദുറഹീം മാസ്റ്റർ കരുവപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. RC ഉണർത്തു സമ്മേളന വാർത്തകൾ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ ലിസാന സ്റ്റഡി സർക്കിൾ ദുബൈയിൽ മുറഖബാദ് സെക്ടർ ഉണർത്തുസഭ നടത്തി. ആഗ്രഹങ്ങളെ കയറൂരിവിട്ട് ജീവിതം ആസ്വദിക്കുന്നവർക്ക് മുന്നിൽ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിതത്തെ ക്രമപ്പെടുത്തലാണ് വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് ഉണർത്തുസഭയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച്
അബ്ദുൽ ഖാദർ കണ്ണൂർ, KMCC നാരായണൻ വെളിയങ്കോട്, ദല സുലൈമാൻ ഖന്മനം, ICF ഷാനവാസ് കൊല്ലം, സിറാജ് ന്യൂസ് ദുബൈ, മുഹമ്മദ് അലി, ഷറഫുദ്ദീൻ പാലാണി, RSC തുടങ്ങിയവർ സംബന്ധിച്ചു. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി സ്നേഹസംഘം UAE ദേശീയതല സംഗമം ഗൾഫ് ചാപ്റ്റർ അംഗം അബ്ദുറസാഖ് മാറഞ്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RSC ഷാർജ സോൺ സംഘടിപ്പിച്ച ഉണർവ് ക്യാമ്പിൽ അഷ്റഫ് പാലക്കോട് ക്ലാസ് എടുത്തു. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി ഖത്തറിൽ റയ്യാൻ യൂണിറ്റ് ഉണർത്തു സമ്മേളനം ICF ഖത്തർ നാഷണൽ വൈസ് പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള കടമേരി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF മുഖപത്രമായ റിസാല വാരികയുടെ 1000 ലക്കത്തിന്റെ സൗദി നാഷണൽ തല പ്രകാശനം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദീഖ് അൽഹിബ പോളിക്ലിനിക് മാനേജർ കുഞ്ഞാലി ഹാജിക്ക് കോപ്പി നൽകി നിർവഹിച്ചു. ചടങ്ങിൽ RSC സൗദി നാഷണൽ വൈസ് ചെയർമാൻ അബ്ദുൽ നാസർ അൻവരി, കൺവീനർ സുജീർ പുത്തൻപള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SYS എറണാകുളം ജില്ലാ പ്രസിഡന്റ് TSK തങ്ങൾ ബുഹാരി നിര്യാതരായി. കബറടക്കം ഇന്ന് 3 മണിക്ക് കൂരിയാട് ജുമാ മസ്ജിദിൽ നടന്നു. ആസാമിലെ കലാപബാധിതർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ. TP ചന്ദ്രശേഖരൻ വധം പോളിറ്റ് ബ്യൂറോ തീരുമാനം VS-നും ബാധകമെന്ന തോമസ് ഐസക്, നിലപാടുറച്ച VS അച്യുതാനന്ദൻ. CBI അന്വേഷണം സംബന്ധിച്ച് ആർക്കും വ്യത്യസ്ത നിലപാടില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചി മെട്രോ പദ്ധതിയിലേക്ക് കനേഡിയൻ വ്യവസായ ഗ്രൂപ്പ്. അമ്പലപ്പുഴയിൽ ബോട്ടിന് തീപിടിച്ച് 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം. ആണവ നിലയത്തിനെതിരെ കൂടംകുളം നിവാസികൾ നടത്തുന്ന ഉപരോധ സമര കേന്ദ്രത്തിൽ സംഘർഷം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, UAE സമയം 5 മണിക്ക്, സൗദി സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.